ഞാൻ കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹിരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുത്തു എന്ന് പറഞ്ഞു. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? AICCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നടത്തിയ പത്രസമ്മേളനത്തിൽ കേരളത്തിൽ BJP ആണോ ഭരിക്കുന്നത്, അദാനി സൂപ്പർ ഗവൺമെൻറ് ആണോ, ഈ രണ്ട് പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. എന്നുവെച്ചാൽ അദാനി കരുതുന്നത് കേരളത്തിൽ BJP ആണോ ഭരിക്കുന്നത്. എൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇതേപോലെ അദാനി വിചാരിക്കുന്നത് അതേപോലെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ BJP സർക്കാർ ഭരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ AICC സംഘടനാ സെക്രട്ടറിക്ക് പോലും ഇപ്പോൾ കേരളത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ BJP ആണോ ഭരിക്കുന്നത് എന്ന് സംശയം വരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അദാനി എന്ന കുത്തകയ്ക്ക് ഇഷ്ടം പോലെ പെരുമാറാനാകുന്ന സംസ്ഥാനമാക്കി കേരളത്തെ VD സതീശൻ മാറ്റിയോ, അതോ മംഗളൂരു യാത്രയുടെ ഫലമായ ഉപകാര സ്മരണയോ? പ്രതിപക്ഷവും കോൺഗ്രസിനുള്ളിലും കടുത്ത എതിർപ്പുണ്ടായിട്ടും അദാനിയെ അതൃപ്തി മാത്രം അറിയിച്ച് അടങ്ങിയിരിക്കുന്ന സതീശന്റെ പൂക്കിപ്പോക്ക് എങ്ങോട്ട്? ജനം ചോദിക്കുകയാണ്. 49% ഓഹരിയാണ് അദാനി വിറ്റത്. അതായത് 70%-ലധികം പണവും ഭൂമിയും നൽകിയത് സംസ്ഥാനം. എന്നിട്ട് കേവലം 2500 കോടി രൂപ മാത്രം ചെലവഴിച്ച അദാനി പകുതിയിൽ താഴെ ഷെയറുകൾ വിറ്റ് കൈക്കലാക്കിയത് 13,000 കോടി രൂപ, അതും വിദേശ കമ്പനിയിൽ നിന്ന്. കൊള്ളാം, സതീശൻ വിസ്മയം. കോൺഗ്രസുകാർ സതീശന്റെ അദാനി പ്രേമത്തെ എതിർക്കുന്നു. സംസ്ഥാനത്തെ വിറ്റുതുലയ്ക്കുന്ന സതീശനെ ഇടതുപക്ഷവും എതിർക്കുന്നു. പക്ഷേ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് VD സതീശനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നുന്നു. കാരണം BJP നയങ്ങളാണ് സതീശൻ നടപ്പാക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പോലും പരസ്യമായി പറയുന്നു. വോട്ട് ചോരിയുടെ സ്പിരിറ്റ് മറന്ന് ഖേൽക്കറെ സെക്രട്ടറിയാക്കുന്നു. സ്വന്തം പാർട്ടി ജനറൽ സെക്രട്ടറിയെ മറന്ന് ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാൻ ശുപാർശ ചെയ്യുന്നു. ഇപ്പോൾ ഇതാ BJP ആണോ കേരളം ഭരിക്കുന്നതെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് പോലും സംശയം തോന്നുന്നു. അതിഥി തൊഴിലാളികളെ അപരവൽക്കരിക്കുന്ന സതീശന് MSC എന്ന വിദേശ കമ്പനിയെ ശ്ലാഘിച്ച അദാനി എന്ന കുത്തകയോട് തീർത്താൽ തീരാത്ത പ്രണയം. വിഴിഞ്ഞം മുൻനിർത്തി തെളിയുന്ന സൂപ്പർ മുഖ്യമന്ത്രി അദാനിയോ? കേരളം ഭരിക്കുന്നത് VD സതീശനോ BJPയോ? ചർച്ച ചെയ്യാം നമുക്ക്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: A. സമ്പത്ത്, CPIM മുതിർന്ന നേതാവ്; റജിനസ് ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ്; ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി. ആദ്യം റജിനസ് ഉണ്ണിത്താനോട്, കോൺഗ്രസ് വക്താവിനോട്. റജിൻ, എങ്ങനെയാണ് അദാനിക്ക് ഇഷ്ടം പോലെ പെരുമാറാവുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നത്? എങ്ങനെയാണ് VD സതീശന് അതൃപ്തി മാത്രം അറിയിച്ച് മിണ്ടാതിരിക്കാനാകുന്നത്? എന്താണ് വിഴിഞ്ഞത്തെ മുൻനിർത്തി അദാനി ചെയ്യുന്നത്? എന്താണ് ഈ സന്ദേശം? നോക്കൂ അജിംഷാദെ, ഇതിനകത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ, ഇൻട്രോയിൽ തന്നെ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കട്ടെ. എന്താണെന്നറിയാമോ, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്ന് നടക്കുന്നത് അതിനെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു ഇൻട്രോ പോലെ ആയിപ്പോയി നിങ്ങൾ ഈ പറയുന്ന ഇൻട്രോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അദാനിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നമ്മുടെ കേരളത്തിൻ്റെ എക്കോണമിയെ തന്നെ മാറ്റിയെടുക്കുന്ന, കേരളത്തിൻ്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതി എന്ന രീതിയിലേക്കാണ് മുൻ സർക്കാരുകൾ അതിനെ സമീപിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ ഗവൺമെൻറ് ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് MSC പോലെയുള്ള കമ്പനി ആഗോള ഭീമൻ കേരളത്തിൽ നിക്ഷേപത്തിനായി വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയമസഭയിൽ ചോദിക്കുകയും
ആ നിയമസഭയിൽ തന്നെ വെച്ച്, നിയമസഭ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, MSc എന്ന ഭീമൻ നിക്ഷേപത്തിനായി കേരളത്തിൽ വരുന്നു. ഓക്കെ, അടിവരയിടേണ്ടതാണ്. പ്രാധാന്യം. പറഞ്ഞോളൂ താങ്കൾ, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല, താങ്കൾ തുടർന്നോളൂ. അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞതിന് അടിവരയിടുന്നതിന് പകരം ദേശാഭിമാനി പത്രത്തിലും അടിവരയിടുന്നത് ആദ്യം. അതെ, അതിന്റെ കാര്യവും ഞാൻ പറയാം. അത് കഴിഞ്ഞ് പിന്നെ ദേശാഭിമാനി പത്രത്തിൽ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ്. അത്ര വിദഗ്ധമായി, അതായത് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും ആകാത്ത വിധം അത്ര വിദഗ്ധമായിട്ടാണ് സതീശന്റെ നീക്കം അദാനിക്ക് അതാണ് തെളിയുന്നത്. പറഞ്ഞോളൂ. പക്ഷെ ഇന്നത്തെ ദേശാഭിമാനി വായിച്ചാൽ അത് മാറും. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാട്ടെ അജിംഷാദെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ആ ഒരു കാര്യത്തിൽ ഒരു ആശയ വിനിമയം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ അദ്ദേഹം പ്രകടമാക്കുന്നു. അവിടെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട മറുപടി നൽകുന്നു. എനിക്ക് തോന്നുന്നു ആ നിയമസഭ കണ്ട ഒരാളെന്ന രീതിയിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന ഒരു പിന്നെ അതുമായി ബന്ധപ്പെട്ട ആ ആശങ്ക ദൂരീകരിച്ച പോലെയാണ് അന്ന് പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട് അതുമായി ആ വിഷയത്തെ സമീപിച്ചത്. പക്ഷേ പിന്നീട് അതൊരു വിവാദ വിഷയമാക്കി എടുക്കുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാറുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ സർക്കാർ എന്താണ് പറയുന്നത്? സർക്കാർ ഈ പറയുന്ന അദാനി ഗ്രൂപ്പിന് അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അദാനി എന്ന് പറയുന്നത് പെട്ടെന്ന് കേരളത്തിൽ ഈ പറയുന്ന കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം അല്ലല്ല പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ അജിംഷാദെ. കൺസെഷൻ എഗ്രിമെന്റ് 5/3 പ്രകാരം അവിടെ ഒരു ഓണർഷിപ്പ് ചേഞ്ച് വരുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ അറിയാതെ അവിടെ വേറൊരു കമ്പനികൾക്കും ഓണർഷിപ്പ് ചേഞ്ച് നൽകാൻ ഒരു കാരണവശാലും ഈ പറയുന്ന അദാനി കമ്പനിക്ക് സാധ്യമല്ല. അപ്പോൾ അത് ആദ്യം അറിയിക്കേണ്ടത് എന്ന് പറയുന്നത് കേരള സർക്കാരിനെയാണ്. കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തിയ ശേഷം അങ്ങനെ ഒരു കാര്യങ്ങൾ അവിടെ നടക്കാമോ വേണ്ടായോ എന്നുള്ള പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രമേ അദാനിക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു പരിപൂർണമായ ഉത്തരവ് കൊടുക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അംഗീകാരം കൊടുക്കുവാനോ സാധിക്കത്തുള്ളൂ. അത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ എഗ്രിമെന്റ് ക്ലോസുകൾ എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുമെല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ പറയുന്ന അവർക്ക് എന്തെങ്കിലും അവിടെ ഈ MNC പോലെയുള്ള കമ്പനികൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ സാധിക്കത്തുള്ളൂ. അത് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ തിടുക്കത്തിൽ തന്നെ അദാനി ചെയ്ത കാര്യത്തിന് അസംതൃപ്തി അറിയിച്ചതാരാണ്? കേരളത്തിലെ ഗവൺമെന്റ് അല്ലേ, മുഖ്യമന്ത്രിയല്ലേ? അങ്ങനെ ഒരു കാര്യങ്ങൾ മുന്നിൽ വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. ആ എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള വെള്ളം ചേർക്കുവാൻ അനുവദിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ വിവാദ വിഷയമായി രീതിയിൽ നമ്മുടെ ഔദ്യോഗികമായി ഒരു മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും രേഖകൾ കിട്ടിയാൽ മാത്രമല്ലേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ നിയമസഭയിലെ ചോദ്യോത്തരത്തിനല്ലേ അദ്ദേഹം മറുപടി പറഞ്ഞേക്കുന്നത്. താങ്കൾ ഉൾപ്പെടെ എല്ലാവരും പ്രതിപക്ഷ നേതാവിന്റെ ഉപക്ഷേമത്തിന് നിയമനിർമ്മാണ സഭയിലെ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരവ് എങ്ങനെ VD സതീശന് പറയാനായി? അറിയാതെയാണെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരവോ? താങ്കൾ ആ നിയമസഭ കണ്ടാൽ മനസ്സിലാവല്ലോ. താങ്കൾ ആ നിയമസഭ അതുമായി പ്രതിപക്ഷ നേതാവ് അത്തരത്തിലൊരു സംശയം ചോദിക്കുമ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ ആ ഉപക്ഷേപത്തിന് മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരം എങ്ങനെ VD സതീശന് പറയാനായി? പറ റജിനെ. അത് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളാണല്ലോ. ചോദ്യങ്ങൾ പറയും നമുക്കറിയാമല്ലോ, നിയമസഭയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഉത്തരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ പറയുന്ന ആ നിമിഷം ഉണ്ടാവുന്ന അല്ലെന്ന് എനിക്കും അജിംഷാദിനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് ആളെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് കൂടി ഒന്ന് പോകാം. ഫസ്റ്റ് റൗണ്ടാണ്, ഞാൻ തർക്കിക്കുന്നില്ല. എങ്കിലും താങ്കളുടെ വിശദീകരണം സമഗ്രമാകാൻ ഞാൻ ഒന്ന് ആഡ് ചെയ്യുകയാണ് ഒരു ചോദ്യം. താങ്കൾ ഇൻട്രോയെ കണ്ടു. ഇൻട്രോയ്ക്ക് മുമ്പ് ഒരു മനുഷ്യൻ സംസാരിച്ചു. അത് നിങ്ങളുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, KC വേണുഗോപാൽ എന്ന് പറയും. അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടോ? താങ്കൾ കേട്ടോ താങ്കൾ റജിൻ? അല്ല, അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ്? അദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ സർക്കാരിന്റെ നയവും.
അദ്ദേഹം പറഞ്ഞത് അല്ല. തന്നെയല്ലേ അജിംഷാദെ സർക്കാരിന്റെ നയവും. സർക്കാർ ബി ജെ പി എവിടെയാണ് ഭരിക്കുന്ന ഈ പറയുന്ന സംസ്ഥാനത്തിലുള്ളത് രീതിയിലേക്ക് പോലെ അംഗീകാരം അദാനിക്ക് കയറി കൊടുത്തിട്ടുള്ളത്? പെരുമാറാൻ അദാനി- കേരളത്തിൽ അദാനിക്ക് എങ്ങനെയായി? ഈ പറയുന്ന കേരളത്തിൽ രീതിയിലുള്ള ആരാണ് ഭരിക്കുന്നതെന്ന് ഉത്തരവ് സംഘടനാ ജനറൽ എവിടെയാണ്? സെക്രട്ടറിയായ കെ സി അങ്ങനെ- വേണുഗോപാലിന് ചോദിക്കുന്നതിലേക്ക് അങ്ങനെ- നയിക്കപ്പെട്ടത് അല്ല, ഒരേ അങ്ങനെ ഒരേ അങ്ങനെ- രീതിയിലുള്ള ഉത്തരവാണോ? അങ്ങനെ സർക്കാരും കെ സിയും അദാനിക്ക് അങ്ങനെ- ഒരുപോലെയാണെന്നാണോ? അല്ലെങ്കിൽ ദേശീയ കോൺഗ്രസിന്റെ അസ്വസ്ഥതയും ഈ സർക്കാരിന്റെ നടപടിയും ഒരുപോലെയാണെന്നാണോ അർജുൻ പറഞ്ഞു വെക്കുന്നത്? അദാനിയെ പോലെയുള്ള കമ്പനിക്ക് അങ്ങനെ ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള സംസ്ഥാനമല്ല കേരളം എന്ന് കേരളത്തിലെ ഗവൺമെന്റ് തെളിയിച്ചിരിക്കുകയല്ലേ? അങ്ങനെയാണ് താങ്കൾക്ക് തോന്നിയതെങ്കിൽ ഞാൻ നല്ല നമസ്കാരം പറയുന്നു. ഈ പറയുന്ന അസംതൃപ്തി കോൺഗ്രസിന്റെ അദാനിയെ ചോദ്യം വക്താവായ ചെയ്യുന്നില്ല. റജിനസ് ഇപ്പോ ഉണ്ണിത്താൻ എന്ന- സർക്കാർ അതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി അറിയിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ് റജിനസ് ഉണ്ണിത്താൻ എന്ന യുവ തുർക്കിക്ക് കെ സി വേണുഗോപാൽ പറഞ്ഞതിൽ അങ്ങനെയാണ് കാണാനാകുന്നതെങ്കിൽ ഞാൻ താങ്കൾക്ക് നല്ല നമസ്കാരം പറയുന്നു. ഞാൻ മറ്റതിഥികളിലേക്ക് പോകുന്നു. റജിനെ ഞാൻ തിരിച്ചെത്താം. ശ്രീ എ സമ്പത്ത്. അല്ലല്ല, അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. സർക്കാരിന്റെയും കെ സി വേണുഗോപാലിന്റെയും എല്ലാ അഭിപ്രായം ഒന്നാണ്. അത് നിങ്ങൾ ആ രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. രണ്ടും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്. അദാനിയെ സംബന്ധിച്ച് അസംതൃപ്തി അറിയിച്ചത് കേരള സർക്കാരാണ്. ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു പോകുന്ന രീതിയിലല്ലല്ലോ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, ശ്രീ എ സമ്പത്ത്, എന്താണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ നടന്നത്? അതിൻ്റെ ആഘാതം, ആ ക്രമക്കേടുകളുടെ ആഴം, ഗ്രാവിറ്റി എത്ര കണ്ടാണ്? 3, അതിൽ അസ്വസ്ഥത പരസ്യമായി പ്രകടിപ്പിക്കുന്ന കെ സി വേണുഗോപാൽ വി ഡി സതീശൻ്റെ സർക്കാർ മുമ്പോട്ട് വെക്കുന്ന വാദങ്ങളുമായി ഒത്തുപോകുന്നതാണോ? താങ്കളും അത് കേട്ടല്ലോ, കെ സി വേണുഗോപാൽ പറയുന്നത്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലെ അദാനിക്ക് കയറി പെരുമാറാൻ പറ്റുന്ന സംസ്ഥാനമാണോ കേരളം എന്ന് കെ സി വേണുഗോപാലിന് ചോദിക്കണമെങ്കിൽ അദ്ദേഹം പറയാതെ പറയുന്നത്, വരികൾക്കിടയിൽ അദ്ദേഹം കടത്തുന്നത് എന്താണ് ശ്രീ എ സമ്പത്ത്? താങ്കളുടെ ചോദ്യങ്ങൾക്ക് ഒടുവിലത്തെ ചോദ്യത്തിന് മറുപടിയായി തുടങ്ങാം. ഈ നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുള്ളൊരു തമാശ ഉണ്ട് അജിംഷാദ്. സ്കൂൾ കുട്ടികളായിരിക്കുമ്പോൾ രാത്രി സമയം അർദ്ധരാത്രിയോട് അടുത്തപ്പോൾ തെങ്ങിൻ്റെ മണ്ടയിൽ മുകളിൽ വല്ലാത്ത അനക്കം, ആരോ തേങ്ങ വെട്ടിയിടുന്നത് പോലെയെല്ലാം തോന്നി. അങ്ങനെ വീട്ടുകാർ ലൈറ്റിട്ട് ടോർച്ചുമൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. ആരാടാ തെങ്ങിൻ്റെ മുകളിൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനാണേ, ചെറിയാനാണേ എന്ന് പറഞ്ഞു. എന്താടാ ഈ സമയത്ത് തെങ്ങിൻ്റെ മുകളിൽ? കുറുന്തോട്ടി പറിക്കാനാണ് കയറിയത്. ഭാഷ എന്ന് വിളിച്ചിട്ട് നാടൻ ഭാഷയാണ്, തിരുവനന്തപുരം ഭാഷയാണ്. അർദ്ധരാത്രി തെങ്ങിലാണോടാ ഈ കുറുന്തോട്ടി പറിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ താഴേക്ക് ഇറങ്ങുന്നത് എന്ന്. ഇന്നത്തെ കേരള മുഖ്യമന്ത്രിയുടെ ഈ മറുപടി എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പദപ്രയോഗങ്ങൾ, വാചകങ്ങൾ അത് നമ്മൾ കേൾക്കുമ്പോൾ അത് മാത്രമാണ് ഓർമ്മയിൽ വരാൻ കഴിയുക. സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല ഈ നടന്നിട്ടുള്ള കാര്യങ്ങൾ. സാമാന്യ യുക്തിക്ക് ദഹിക്കുന്നതുമല്ല അദ്ദേഹത്തിൻ്റെ മറുപടി. കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് തന്നെ ഇക്കാര്യങ്ങൾ സ്വീകാര്യമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റേത്, ഇവിടെ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നത് വിസിൽ എന്ന ഒരു സ്ഥാപനമുണ്ട്. ആ കമ്പനി കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാണ്. അതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. പോർട്ടിൻ്റെ മോണിറ്ററിങ്, അതിൻ്റെ ഹാൻഡിലിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ അത്തരം കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം സർക്കാരിൻ്റെ ഒരു കമ്പനിയാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് AVPPLലാണ് ഇപ്പോൾ ഈ പറയുന്ന വിവാദം ഉടലെടുത്തിട്ടുള്ളത്. ഈ പറയുന്നതായിട്ടുള്ള അദാനി കമ്പനിയുടെ 49% ഓഹരി അത്തരത്തിൽ ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് അല്ല, മറ്റേതെങ്കിലും ഒരു വിദേശ കമ്പനിക്ക് അല്ല, മറ്റ് കമ്പനികൾ ചേർന്നുള്ളൊരു എന്തോ ആവട്ടെ, അതല്ല, ഒരു ഈ കമ്പനികളെല്ലാം ജൂറിഡിക് പേഴ്സണാലിറ്റിയാണ്. നമ്മളെപ്പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാം മൺമറയുന്നവരല്ല. അതെല്ലാം ഉണ്ടാക്കുന്നതായിട്ടുള്ള രൂപീകരിക്കുന്ന ആളുകളെല്ലാം മൺമറഞ്ഞു പോയാലും കമ്പനികൾ ജീവിച്ച് തന്നെ ഇരിക്കും. ലോകത്ത് ആറ്റം ബോംബിനേക്കാൾ വലിയ സാമ്പത്തിക രംഗത്തുള്ളൊരു കണ്ടുപിടുത്തമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഇവിടെ 25% അതിനപ്പുറം ഓഹരി അത്തരത്തിൽ കൈമാറ്റം ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂറായ അനുമതി വേണം എന്ന് പറയുമ്പോൾ, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയെപ്പറ്റിയുള്ള ഒരു കത്ത് കാണിക്കാനായി മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എങ്കിൽ അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ ജനങ്ങൾ അറിയേണ്ടതായ ഒരു ഗതികേടിലേക്ക് ഇൻവെർട്ടഡ് കോമയിൽ എത്തുന്നു എങ്കിൽ ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് സെബിക്ക്
ഇതിനു മുമ്പ് തന്നെ കത്തയക്കുന്നു എങ്കിൽ എവിടെ നിന്നാണ് വരേണ്ടത്? ഇത് സംബന്ധിച്ചുള്ള തുടക്കം വരേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി തേടിക്കൊണ്ടാണ് സെബിയിലേക്ക് പോകേണ്ടത്. അല്ലാതെ സെബിക്ക് അത്തരത്തിൽ നേരത്തെ കത്തയക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം, സോറി ടു സേ ദാറ്റ്, അവരൊരു ഡീലുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉടലെടുക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ പറയുമല്ലോ, ചില ആളുകളുടെ യാത്രയുടെ റൂട്ട് മാപ്പ് എടുക്കണം എന്നത്. ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ്റെ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയുമായി, വിവാദയാത്രയുമായി, ചാർട്ടേഡ് വിമാനയാത്രയുമായും മംഗലപുരത്തെ ചില സന്ദർശകരുമായി ബന്ധപ്പെട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് എടുക്കൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളുടെ റൂട്ട് മാപ്പും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഡീലാണ്, നത്തിങ് എൽസ് ബട്ട് എ ഡീൽ. മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ ഈ വിഴിഞ്ഞം പദ്ധതി ഇതിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AK ആൻ്റണി അടക്കം പങ്കെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു 4-5 കോൺഗ്രസ് നേതാക്കളാണ് അദാനിയുമായി ഇത്തരത്തിലുള്ള ചർച്ച നടത്തിയത്. ആ ചർച്ച അവിടെ വെച്ച് നടത്തി, അവിടെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുത്തു. എടുത്ത തീരുമാനങ്ങളെല്ലാം രേഖയിൽ ആക്കിയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നമുക്കിപ്പോൾ അറിയില്ല. ആ തീരുമാനത്തെ തുടർന്ന് വിഴിഞ്ഞം പദ്ധതിയിൽ അദാനിക്ക് അത്തരത്തിൽ ആ കൺസെഷനെയർ അവർക്ക് ചില അമിതമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് CPIM-ന് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. എന്നാലും വിഴിഞ്ഞം പദ്ധതി അത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും, ഈ പദ്ധതി വൈകിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ അത്തരത്തിൽ പല ഈ വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ വരുന്ന വലിയ പോർട്ടുകൾ അത്തരത്തിലുള്ള ലോകത്ത് പലയിടത്തുമുണ്ട്. അവരൊക്കെ ഇന്ത്യയിലേക്ക് പണം ഒഴുക്കിയിരുന്നു എന്ന് മാധ്യമങ്ങൾ വാർത്തകൾ പലപ്പോഴായി പുറത്തു കൊണ്ടുവന്നതാണ്. ഇന്നത്തെ ആധുനിക ബിസിനസ് രംഗത്ത് ഈ പറയുന്നതായിട്ടുള്ളൊരു പുതിയ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് പോലെ തന്നെ തുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഹൗ ടു സബോട്ടാഷ് എന്നുള്ളത് അതും പുതിയ മാനേജ്മെൻറ്റ് തന്ത്രങ്ങളുടെ ഭാഗമാണ്. എൻ്റെ മുട്ടകൾ എളുപ്പം വിരിയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അയൽക്കാരൻ്റെ മുട്ടകൾ വിരിയാതെ അതെല്ലാം തന്നെ അത് ചീഞ്ഞു പോവുക എന്നുള്ളതും ആധുനിക ബിസിനസ് തന്ത്രത്തിൻ്റെ ഭാഗമാണ്. കൗണ്ട് യുവർ ചിക്സ് ബിഫോർ ദേ ആർ ഹാച്ച്ഡ് എന്നുള്ള നിലയിലേക്ക് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിരുന്ന ഒരു പുസ്തകമുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ, അനന്തം ചൗധരിയുടെ പുസ്തകം. ഇവിടെ ഈ പറയുന്ന വിഴിഞ്ഞം MSc ഉപയോഗിച്ച് അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ MSc വരുമ്പോഴുണ്ടാകുന്ന ഒരു കാര്യത്തെ ഇത് നിക്ഷേപമല്ല അജിംഷാദ്, അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പ്രേക്ഷകരും ഒരു കാര്യം മനസ്സിലാക്കുക. നിക്ഷേപം, വിദേശ നിക്ഷേപം വരുന്നു, ഇവിടെ പുതുതായി ഒരു സംരംഭം ആരംഭിക്കുന്നു, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, പുതിയ അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നു, ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കിട്ടുന്നു, നമ്മുടെ തൊഴിൽ നിയമങ്ങളെല്ലാം പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന നിലയിലേക്കും അവർക്ക് വിദേശത്തടക്കം അത്തരത്തിലുള്ള അംഗീകാരം ലഭിക്കുന്ന നിലയിലേക്കുള്ള അവസരങ്ങൾ സംജാതമാക്കുന്നു. നല്ലത്. എന്നാൽ ഇത്തരത്തിൽ പൊതുപ്പണം ഉപയോഗിച്ച് ഇത്തരം അത് PPP മോഡിലേക്ക് വരേണ്ടി വന്നു. അതിൻ്റെ തന്നെ പ്രോഫിറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തന്നെ കാര്യങ്ങൾ ഞങ്ങൾ മുമ്പ് ചില വിയോജനക്കുറിപ്പുകൾ അത് പ്രകടമായി തന്നെ അത് പ്രകടിപ്പിച്ചിട്ടുള്ളത്, പരസ്യപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെയാണ്. എന്തായാലും അതിൽ ആദ്യത്തെ ഫസ്റ്റ് ഫേസ് എന്നുള്ളത് അത് ആരംഭിക്കാൻ വൈകി ലേശം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5 കൊല്ലത്തോളം വൈകി. സെക്കൻഡ് ഫേസ് എന്നുള്ളത് നേരത്തെ, അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടിയാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള നിരവധി അവിടെ വൈതരണികളെ, ആ വെല്ലുവിളികളെ, അതിനെയെല്ലാം തന്നെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടും ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഇതിൻ്റെ സെക്കൻഡ് ഫേസ് നേരത്തെ ആരംഭിക്കാനായി കഴിഞ്ഞത്. ലാഭം കിട്ടുമ്പോൾ ലാഭമെല്ലാം ഞങ്ങൾക്ക് മാത്രം എന്ന് ചില കമ്പനികളും ശതകോടീശ്വരന്മാരും അത്തരത്തിൽ അങ്ങനെ പറയാതെ പറഞ്ഞു വയ്ക്കുകയും നഷ്ടമുണ്ടായാൽ നിങ്ങളെല്ലാവരും അത് അത്തരത്തിൽ വീതിച്ചെടുത്തുകൊള്ളുകയും ചെയ്യുക എന്നുള്ള നിലയിലേക്ക്, ഓർമ്മയുണ്ടല്ലോ പഴയ സബ് പ്രൈം ക്രൈസിസിൻ്റെ കാലത്ത് ടാറ്റ AIGക്ക് സംഭവിച്ചത്. ടാറ്റയുടെ തലവൻ തന്നെ, ഇന്ന് അദ്ദേഹം ഇല്ല, ശരീരനാണ്, പറയേണ്ടി വന്നു, താങ്ക് ഗോഡ് AIGക്ക് 24% ഓഹരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതികേട് എന്താവുമായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. ഇവിടെ ഈ അദാനിയുടെ കമ്പനിക്ക് ഈ പറഞ്ഞ AVPPLന് അവരുടെ ഷെയറുകൾ അത്തരത്തിൽ അതിൻ്റെ ഓഹരി ആ കമ്പോളത്തിൽ അത്തരത്തിൽ വിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് അല്ല, അവർക്ക് ഇത്തരത്തിൽ ഇത് ഈ പറയുന്നത് മറ്റൊരു കമ്പനിയിലേക്ക് കൈമാറാനായി 49% കഴിയുന്നുവെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ആ സമ്പത്ത്, അത്തരത്തിലുള്ള ആസ്തി, അതിന് ആ ഒരു മൂല്യവർദ്ധനവ് ഉണ്ടാക്കിയത് ഈ രാഷ്ട്രത്തിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളാണ്. അതിന് കേരളത്തിലെ സർക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വിൽക്കുകയാണ്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, കുറുക്കൻ കോഴിക്കൂട്ടിലേക്ക് കൈയിടുന്നത് കോഴിക്ക് മരുന്ന് കൊടുക്കാനല്ല, തീറ്റ കൊടുക്കാനല്ല. കോഴിക്കൂട്ടിലേക്ക് കുറുക്കൻ കൈയിടുന്നത് കോഴിയെ പിടിക്കാനാണ്. കോഴിയെ പിടിക്കുന്നത് വളർത്താനല്ല, തിന്നാനാണ്.
എല്ലാ കമ്പനികളും ഇത്തരത്തിൽ വരുമ്പോൾ ലാഭം തേടി തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഇത് പൊതുമുതലിൻ്റെ കൊള്ളയടിയാണ്. അതാണ് മനസ്സിലാക്കാനുള്ളത്. ആ പൊതുമുതലിൻ്റെ കൊള്ളയടി അല്ലാതെ ഇത് നിക്ഷേപമല്ല ഇവിടെ നടക്കുന്നത്. ഓഹരിയാണ് വാങ്ങുന്നത്. ആ ഓഹരി വാങ്ങുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിയന്ത്രണം കൂടി കയ്യിലാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ MSC എന്നുള്ളത് ലോകത്തിലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അത് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഷിപ്പിംഗ് കമ്പനി തന്നെയാണ്. അതിൽ ഒരുപാട് പേര് മലയാളികളടക്കം ജോലി ചെയ്യുന്നുണ്ടാവാം. ഒരു സ്ഥാപനം അത്തരത്തിൽ അതിൻ്റെ നിയന്ത്രണം കയ്യിലുണ്ട് എങ്കിൽ അതിൽ ഒരു മറ്റുള്ളവരോട് ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും എൻ്റെ തന്നെ വെസലുകൾക്ക് ഒരു പ്രയോറിറ്റി, മുൻഗണന, ഒരു ഫേവറിറ്റിസം കാണിക്കാമല്ലോ. കപ്പലുകൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ എത്തേണ്ടതായിട്ടുള്ള ഡെസ്റ്റിനേഷനെ സംബന്ധിച്ച്, അത് എത്തുന്ന തീയതിയെ സംബന്ധിച്ച്, അപ്പോൾ ഇതിനൊക്കെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഡയറക്റ്റ് ബെർത്തിങ് വേണം. ഏത് വലിയ ഷിപ്പുകളെ സംബന്ധിച്ചും എത്തുമ്പോൾ ഡയറക്റ്റ് ബെർത്തിങ് വേണം. അതാണ് ഒരു പോർട്ടിലേക്ക് എടുക്കുന്നതിന് പ്രധാനമായവർ നോക്കുക. രണ്ടാമത്തത്, മിനിമം ടൈമേ എടുക്കാവുള്ളൂ. അതിൽ ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇന്ന് MSC എന്ന ഒരു ഭീമൻ കമ്പനി അദാനി കമ്പനിയുടേതായ 49% ഓഹരി കൈപ്പിടിയിൽ ഒതുക്കുന്നു എങ്കിൽ അവിടെ ഉടലെടുക്കുന്നതായ വിഷയം അത് നിയമപരവും രാഷ്ട്രീയവും മാത്രമല്ല, അത് സാമ്പത്തികം മാത്രമല്ല, അത് സാർവദേശീയമായിട്ടുള്ള നിരവധി ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയതാണ്. ഓക്കെ കൺവിൻസ്ഡ്. ഞാൻ ശ്രീ രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. രതീഷ്, ചക്രപാണി ഒരു ഒറ്റ കാര്യം, അതായത് അസിസ്റ്റൻ്റ് മുതൽ തുറമുഖ സെക്രട്ടറി വരെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി അടക്കം ബോധ്യപ്പെടേണ്ട ഒരു സംഭവം. അതായത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അടിവരയിടേണ്ടതാണ്. അനുമതി, സർക്കാർ അനുമതിയല്ല, സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി അദ്ദേഹം എടുത്തു പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുൻകൂട്ടിയുള്ള അനുമതി വേണ്ടതാണ് 25%-ലധികം ഷെയറുകൾ വിൽക്കേണ്ട ഘട്ടത്തിൽ. ഇത് 49% ഷെയറുകൾ വിറ്റിട്ടാണ് ഇത്തരത്തിൽ സർക്കാർ അറിയാതെ നീക്കം നടന്നത്. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് അതൃപ്തി മാത്രം. അപ്പോഴാണ് താങ്കളടക്കമുള്ളവർ ഉന്നയിച്ച ഈ മംഗളൂരു യാത്രയുടെ ദുരൂഹത, അതിൻ്റെ ഗുട്ടൻസ് ഇതുമായി കണക്ട് ചെയ്യുന്നത് തെറ്റുണ്ടോ? ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു 1 മിനിറ്റ് എടുത്തൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ അദാനിക്കെതിരെ US ഒരു കേസുണ്ടായിരുന്നു. അതായത് 34 ബില്യൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവരവിടെ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കുകയും യഥാർത്ഥത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് മറ്റ് 5 സ്റ്റേറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ കൈക്കൂലി കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നൊരു കേസുണ്ട്. അതിൻ്റെ 54 പേജുള്ള ന്യൂയോർക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറ്റപത്രം ഞാൻ വായിച്ചതാണ്. ആ കേസ് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് 1 മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിലേക്ക് പോയാൽ പ്രേക്ഷകർക്ക് അദാനിയുടെ ഡീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. അത് 2028 കോടി രൂപ കൈക്കൂലി കൊടുത്തൊരു കേസാണ്. ആ കൈക്കൂലി കൊടുത്ത കേസിൽ 1750 കോടി രൂപ ജഗൻമോഹൻ റെഡ്ഡിയൊക്കെ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിന് വേണ്ടി മാത്രമാണ് കൈക്കൂലി കൊടുത്തത്. ആ കൈക്കൂലി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അദാനി പവറും അതുപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡുകളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഒന്നും മേടിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പിന്നിൽ അഴിമതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു കമ്പനിയുണ്ട്, സോളാർ എനർജി കോർപ്പറേഷൻ. ആ സോളാർ എനർജി കോർപ്പറേഷനുമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒരു പർച്ചേസ് എഗ്രിമെൻ്റ് ഒപ്പിടാം. അതായത് ഞങ്ങൾ ഇത്രത്തോളം വൈദ്യുതി മേടിച്ചോളാം, ഈ അദാനിയുടെ കൂടിയ നിരക്കിന് ഞങ്ങൾ മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒപ്പിട്ടാൽ മാത്രമേ, ഒരു പർച്ചേസ് എഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ മാത്രമേ ഇവർക്ക് പിന്നെ അദാനിയുടെ കയ്യിൽ നിന്ന് വില കൂടിയ വൈദ്യുതി വാങ്ങിക്കാൻ പറ്റുള്ളൂ, സോളാർ പവർ കോർപ്പറേഷൻ. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് ഒരു 10,000 കോടി രൂപയെങ്കിലും അദാനിക്ക് ലാഭമുണ്ടാക്കിയ ഒരു കരാറാണത്. പക്ഷേ അമേരിക്കയിലെ കേസ് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റായി ഉപയോഗിക്കുന്ന പണം ഒരു കാരണവശാലും കൈക്കൂലി കൊടുക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള ഒരു കേസാണ്. ഞാൻ പറഞ്ഞു വന്നത് അദാനി അത്രത്തോളം കൃത്യമായി മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ വെറുതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം എന്ത് ചെയ്തു ഒരു ഷെയർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിക്കുമെന്നുള്ളത് സാധാരണക്കാരായ ആരും തന്നെ വിചാരിക്കരുത്. പിന്നെ ഇതിൽ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പം ഇതിൽ സൂചിപ്പിച്ചു, യഥാർത്ഥത്തിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു ഷെയർ വിൽപ്പന മാത്രമാണ് നടന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഒരു മുളകുറ്റി പോലും കൂടുതലായിട്ട് കേരളത്തിലേക്ക് വരില്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദാനിക്കൊരു 13,000 രൂപ കിട്ടി, പക്ഷേ നിങ്ങളെല്ലാം സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ ഒരാഹ്ലാദിക്കൂ, ഡാൻസ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളൊക്കെ തന്നെ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്?
അദാനി മുടക്കിയിട്ടുള്ളത് 2454 കോടി രൂപയാണ്. കേരളം മുടക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ 6000 കോടിക്കടുത്താണ്. 2454 കോടി രൂപ മുടക്കിയിട്ടുള്ള അദാനിക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലേക്ക് 13,270 കോടി രൂപ ഇപ്പം കിട്ടിയിരിക്കുന്നു. ഏത് കമ്പനിയിലേക്കാണ് കിട്ടിയത്? കേരളത്തിൻ്റെ വിഴിഞ്ഞ പോർട്ടിനൊരു കമ്പനിയുണ്ട്, അത് കേരളത്തിൻ്റെ സ്വന്തം കമ്പനിയാണ്, ആ കമ്പനിയിലേക്കല്ല. ആ കമ്പനിയും അദാനി പോർട്ടുമായി സംസാരിച്ചതിന് ശേഷം അദാനി പോർട്ടിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനി, അതായത് AVPP ലിമിറ്റഡ് എന്ന് പറയുന്ന അദാനി വിഴിഞ്ഞ പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി ഇപ്പം ഈ കരാറ്, അതായത് ഇനി ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലും ഇല്ലെങ്കിലും അവർ യഥാർത്ഥത്തിൽ വിഴിഞ്ഞ പോർട്ടിന് വേണ്ടി പണമിറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെൻറ് കമ്പനിയുമായിട്ട് വിഴിഞ്ഞ പോർട്ടിൻ്റെ കമ്പനിയുമായിട്ട് ഒരു കരാർ ഒപ്പിടുന്നു. ഈ രണ്ട് കമ്പനികൾ തമ്മിലാണ് കരാർ. അതായത് പിന്നെ ഈ അദാനിയുടെ കമ്പനിയിലേക്ക് വീണ്ടും അവരുടെയുള്ള ആ ഷെയർ 27,000 കോടി രൂപ മൂല്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ 49% ഷെയർ വിൽക്കുന്നു. അത് അദാനിയുടെ അകത്തേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് 1 രൂപയുടെ അഡ്വാൻറ്റേജ് പോലും കേരളത്തിലില്ല. പക്ഷെ അദാനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. 2454 കോടി രൂപ മുടക്കിയിട്ടുള്ള അദാനിയെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒറ്റയടിക്ക് 13,270 കോടി രൂപ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 10,766 കോടി രൂപ ഒറ്റയടിക്ക് ലാഭം കിട്ടിയിരിക്കുന്നു. ഇനി ഈ ലാഭം മാത്രമല്ല, യഥാർത്ഥത്തിൽ അദാനിക്ക് 355 ഏക്കർ സ്ഥലമുണ്ട്. കൂടാതെ ഇപ്പോഴുള്ള കമ്പനിയുടെ, അതായത് 60 കൊല്ലത്തേക്ക് ഈ വിഴിഞ്ഞ പോർട്ട് മാനേജ് ചെയ്യപ്പെടുന്ന കമ്പനിയുടെ 51% ഷെയർ കൂടി കയ്യിലുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അജിം ഷാദെ വെറുതെ കാറെടുത്ത് മംഗലാപുരത്തേക്കൊക്കെ വന്ന് സമയം കളയേണ്ട, 25, 30, 35 ലക്ഷം രൂപ ആയിക്കോട്ടെ ഫ്ലൈറ്റിന് പോര് എന്ന് പറയാൻ ആളുള്ളത് ഇതുകൊണ്ടാണ്. വളരെ ലളിതമാണ് കാര്യങ്ങൾ. അപ്പം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ലാഭം ഉണ്ടാകുന്നു. ഇനി ഈ ലാഭത്തിൽ അടുത്തൊരു പ്രശ്നം, ഏറ്റവും വലിയൊരു തമാശ ഉണ്ട്. ആ തമാശ എന്താണെന്നറിയോ? സെബിക്ക് കത്തെഴുതി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സെബി ആരാണെന്ന് നമ്മളൊന്ന് പഠിക്കണ്ടേ? ഈ പറയുന്ന പോലെ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണ്ടേ? സെബിയുടെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഒരു ഹെഡുണ്ട്, അവരുടെ പേര് മാധവി പുരി ബുച്ച് എന്നാണ്. അവർ ആ സ്ഥാനത്തിരുന്നപ്പോൾ ഒരു വലിയ ആരോപണം വന്നിരുന്നു. ആരോപണം എന്താണെന്നറിയാമോ? അദാനി മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയിട്ട് അദാനിയുടെ ഷെയർ മേടിക്കുന്നു. എന്തിനു വേണ്ടി? ഈ കേൾക്കുമ്പോൾ ജനത്തിനൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഞാൻ എൻ്റെ തന്നെ കമ്പനിയുടെ ഷെയർ മേടിക്കുന്നത്? ഷെയർ മേടിക്കുന്ന ഒരു കാര്യത്തിനാണ്. ഷെയറിൻ്റെ വാല്യൂ അങ്ങോട്ട് ഉയർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗുണമുണ്ട്. ആ ഗുണം എന്താണ്? ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസാര ഇൻട്രസ്റ്റിന് ലോൺ കിട്ടും. യഥാർത്ഥത്തിൽ അങ്ങനെ 10,000 കോടി രൂപ ലോൺ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് സെബിയുടെ വരാന്തയിൽ ചെല്ലണ്ട, സെബിയുടെ ഓപ്പോസിറ്റ് കാറ് പാർക്ക് ചെയ്ത് അദാനിയുടെ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആൾ വന്നിട്ട് ചോദിക്കും, എന്തെങ്കിലും ഒപ്പിട്ട് തരണോ, വല്ല അനുമതി ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അതാണ് കാര്യം. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി കേരളത്തിലേക്ക് വന്നാൽ സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ? ഇതേവരെ ഇപ്പം ഈ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇരിക്കേണ്ടത്, അദ്ദേഹത്തിന് പോലും അറിയില്ലല്ലോ സതീശൻ എന്തിനാണ് മംഗലാപുരത്തേക്ക് അതിരാവിലെ അർജൻറ്റായി. ഇന്ന് വരെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് പോയിട്ട്, ഞാൻ പറയുന്നു വലിയ കോടീശ്വരനായിട്ടുള്ള യൂസഫ് അലി പോലും തൊട്ടടുത്ത കർണാടകത്തിലേക്കൊരു ഈ പറയുന്ന പോലെ ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ പോയിട്ടില്ലാത്തൊരു സ്ഥലത്ത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ ഒരു 30-35 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു യാത്ര നടത്തുന്നു. യാത്ര നടത്തിയിട്ട് പറയുന്ന വിശദീകരണം എന്താണെന്നറിയാമോ? അതാണ് ഏറ്റവും വലിയ തമാശ. ആര്യാടൻ്റെ ഒരകന്ന ബന്ധുവിനെ അവിടെ വെച്ച് എന്താണ് മൊഹിയുദ്ദീനെയും അതുപോലെ മറ്റൊരാളെയും കാണണമെന്ന് പെട്ടെന്നൊരു ഉണ്ടിരിക്കുമ്പോൾ നായർക്കൊരു വിളിയുണ്ടായി എന്ന് പറയുന്ന പോലെ ഒറ്റടിക്ക് പെട്ടെന്നൊരു വിളിയുണ്ടായി. എന്ത് ചെയ്തു? രാവിലെ എഴുന്നേറ്റ് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. ഇതാരെങ്കിലും വിശ്വസിക്കുമോ? ഇനി മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇന്ന് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താ? അതൃപ്തി അറിയിച്ചിരിക്കുന്നു. സത്യത്തിൽ ആ ലെറ്റർ നമ്മളാരും കണ്ടിട്ടില്ല. ആ ലെറ്റർ പുറത്തേക്ക് വരുമ്പോൾ വളരെ വിശദമായി എനിക്ക് കാണണമെന്നൊരു കൗതുകമുണ്ട്. ആ കൗതുകം എന്തുകൊണ്ടാണെന്നറിയാമോ ജിംഷേ? പണ്ട് നമ്മുടെ രേവന്ത് റെഡ്ഡി ഇങ്ങോട്ടൊരു കത്ത് എഴുതിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് താഴെ വെച്ചല്ലോ, പോ മോനെ വിജയ എന്ന് പറഞ്ഞ്. അതുപോലൊരു ക്യാപ്ഷൻ മിക്കവാറും സതീശൻ കൊടുത്തിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സതീശ മാമനോടൊന്നും തോന്നല്ലേ കിരൺ അദാനി മോനെ, ഇതൊക്കെ ഒരു നമ്പറായിട്ട് ഞാൻ ചെയ്തതാണ് എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ലെവലിൽ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആളുകളെ വിഡ്ഢിയാക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത്, നമ്മുടെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മനോരമ എഴുതിയിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ട്. ഞാൻ അമ്പരന്ന് പോയി പിറ്റേ ദിവസം പത്രം കണ്ടപ്പോൾ. മനോരമ പറയാണ് കേരളത്തിലേക്ക് വന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ്. കേരളത്തിലേക്ക് വന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കൂടാതെ അടുത്തൊരു നാളിലും കൂടി, അതാണ് ഇന്ത്യയിലേക്ക് തന്നെ പോർട്ടുകളുടെ കാര്യത്തിൽ വന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, പട്ടിക്ക് ഈ പറയുന്ന പോലെ മുഴുവൻ കിട്ടിയ അമ്പട്ടൻ എന്താ കാര്യം എന്ന് ചോദിക്കും.
അദാനിക്ക് കാശ് കിട്ടി, അദാനി ആ കാശ് കൊണ്ടുപോകുന്നു എന്നുള്ളതുകൊണ്ട് യാതൊരു പ്രയോജനവും കേരളത്തിലില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പം അദാനിയുടെ ഷെയർ വാല്യൂ വലുതായിട്ട് കൂടി. ആ കൂടിയതുകൊണ്ട് എന്ത് ചെയ്യാം, ഇനി ബാക്കിയുള്ള 51% ഷെയറുകൾ കൂടി പണയം വെച്ചോ വേറെ ആർക്കെങ്കിലും വിറ്റുകൊണ്ടോ കോടികൾ സമ്പാദിക്കാം. യഥാർത്ഥത്തിൽ ഈ പല ആളുകളെ സംബന്ധിച്ചും അദാനിയൊക്കെ സംബന്ധിച്ചും അവർ കൃത്യമായി ആളുകളെ ഡീല് ചെയ്യുന്നത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഞാനും നിങ്ങളും തമ്മിലൊരു കമ്പനി നടത്തുന്നു, എൻ്റെ കമ്പനിയിലേക്ക് വേറൊരാൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ഒന്നും അറിയിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് അവർ നേരെ കാര്യം പറയും, ഇങ്ങനെ ഒരാൾ വരാൻ പോകുന്നുണ്ട്. അത്തരത്തിൽ അൺഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ VD സതീശന് കിട്ടിയിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ പ്രൊജക്റ്റിനെ ടോർപ്പിഡ് ചെയ്യാൻ കഴിയുന്ന, ഇതിന് വീറ്റോ ചെയ്ത് വേണമെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന ഒരാളെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും ഉണ്ടാവില്ല. ഒരു വാചകവും കൂടി പറഞ്ഞാൽ നിർത്താം. യഥാർത്ഥത്തിൽ ഇന്ന് KC വേണുഗോപാലിന് സംശയം തോന്നുകയല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഭരിക്കുന്നത് BJP ആണോ അതോ സൂപ്പർ അദാനിയാണോ എന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന കംപ്ലീറ്റ് പേർക്ക് മനസ്സിലാവും. ഏതാണ് ബിസിനസ് രംഗത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള പല പരിപാടികളും. അതായത് BJP ഭരിക്കുന്നോ എന്ന് KC വേണുഗോപാലിനെ പോലെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് സംശയം തോന്നുന്നു, അല്ലെങ്കിൽ ആണെന്ന് അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ ആണോ എന്ന സംശയത്തിലൂടെ അദ്ദേഹം കേരളത്തെ മുൾമുനയിൽ നിർത്തുന്നു. അത് മാത്രമല്ല, സമീപനം പോലും നോക്കൂ VD സതീശൻ്റേത്. ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിഥി തൊഴിലാളികളെ ആക്ഷേപിക്കുന്നതിലേക്ക് പോലും നീങ്ങി. ഇന്ന് കവി സച്ചിദാനന്ദനൊക്കെ പോലും അതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ജോലിയെടുക്കുന്ന പ്രവാസി സമൂഹമായി ലോകത്ത് മുഴുവൻ ജോലി ചെയ്ത് ജീവിക്കുന്ന കേരളീയൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്, ഇവിടെ അതിഥി തൊഴിലാളികളായി എത്തുന്നവർ റിവേഴ്സ് റെമിറ്റൻസിലൂടെ ഇവിടുത്തെ പണം മുഴുവൻ കൊണ്ടുപോവുകയാണെന്ന്. സാധാരണ BJP നറേഷനാണത്. അത് പരസ്യമായി പറയുന്നു VD സതീശൻ. ആ സമീപനത്തിലേക്ക് പോലും നീങ്ങി. താങ്കൾ കേട്ടിരിക്കുമല്ലോ അത്. അല്ല, തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തെമ്പാടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പറയുന്ന വംശീയതയുടെയൊക്കെ ഒരു എലമെൻ്റ് ഉള്ള രീതിയിലുള്ള ഒരു സംഭാഷണമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കേരള മുഖ്യമന്ത്രി ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്തൊരു വാചകമാണ്. കാരണം എന്താ, ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നതിന് ഏതാണ്ട് 3.5 കോടിയോളം വിദേശത്തുണ്ട്, 55 ലക്ഷത്തോളം പേര് അമേരിക്കയിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മാത്രം കാര്യമെടുത്താൽ ഏതാണ്ട് 21 ലക്ഷം മുതൽ 34 ലക്ഷം വരെയുള്ള ആളുകൾ വിദേശത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അജിംഷാദെ, ആ 34 ലക്ഷം, ആകെ 82 ലക്ഷം കുടുംബങ്ങളെ കേരളത്തിലുള്ളൂ എന്ന് ആലോചിക്കണം. അതിൽ 34 ലക്ഷം ആളുകൾ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്ന് ഇങ്ങോട്ട് അയക്കുമ്പോൾ യഥാർത്ഥത്തിൽ അന്നാട്ടിലെ ആളുകളും പറയുകയാണ്, ഇവർ നമ്മുടെ പണം കൊണ്ടുവന്ന് പോവുകയാണ്, ഇത് നമ്മുടെ എക്കോണമി അപകടത്തിലാക്കുകയാണെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ? ഇത്രമാത്രം ശുഷ്കിച്ച, വളരെ ഈ പറഞ്ഞ പോലെ വളരെ മോശപ്പെട്ട ഒരു ചിന്താഗതിയിലേക്ക് മുഖ്യമന്ത്രി എത്തുകയും മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വൈരം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ നിലവാരം ഉയർന്നതുകൊണ്ടാണ് അത്തരം ജോലികൾക്ക് ഇവിടെ ആളെ കിട്ടാത്തതും യഥാർത്ഥത്തിൽ അത്തരം ജോലികൾ ഇവിടെ എടുക്കാത്തതും. അത് നമ്മുടെ മെറിറ്റായി കാണണം. ഇപ്പോൾ അമേരിക്കയിൽ നിങ്ങൾ പോയാൽ സ്വാഭാവികമായിട്ട് അവിടെ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇന്ത്യക്കാരോ മറ്റുള്ളവരായിരിക്കും. അമേരിക്കക്കാരങ്ങനെ ജോലിയില്ല. അതൊരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ആ ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ എക്കണോമിക്സിനെ കുറിച്ചോ ഒന്നും മനസ്സിലാക്കാത്ത, യഥാർത്ഥത്തിൽ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ, മനുഷ്യത്വഹീനമായിട്ടുള്ള ഒരു വാചകമാണ് VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാണ് എന്നുള്ളതിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയ നാണക്കേടാണ് എനിക്ക് യഥാർത്ഥത്തിൽ ആ ഡയലോഗ് കേട്ടപ്പോൾ തോന്നിയത്. അതിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അദ്ദേഹം പറയുന്നത് ഇത് കേരളത്തിന് വലിയ അപകടകരമായ സിറ്റുവേഷനാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെ സാധാരണ പണിക്ക് വരുന്ന ആളുകളോട് പോലും ഓഹോ നീയൊക്കെ നമ്മുടെ പൈസ കൊണ്ട് പോവാണല്ലേ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവണമെന്നാണ്. എത്ര കഷ്ടമാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനും. സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് ഈ രീതിയിൽ അപരം നിന്ന് പറയുന്നത്? സാധാരണഗതിയിൽ ചക്രവാണി അല്ല, അതാണ് പറഞ്ഞത്. ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. മഹാരാഷ്ട്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ റെമിറ്റൻസ് കിട്ടുന്ന 23%, നമ്മുടെ NSDPയുടെ 23% റെമിറ്റൻസ് കിട്ടുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഇത്ര വലിയ ഈ പറഞ്ഞ വങ്കത്തരം എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക എന്നുള്ളത് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ എനിക്ക് ഒരു കാര്യത്തിൽ ഞാൻ സത്യത്തിൽ ഈ വീഡിയോ തന്നെ 3 തവണ കണ്ടു നോക്കി. എന്താണെന്നറിയാമോ, അദ്ദേഹം ഇനി ഇരുന്നിട്ട് രഹസ്യമായിട്ട് പറഞ്ഞതാണോ അതോ നിന്നിട്ട് പറഞ്ഞാണോ എന്നറിയാം. കാരണം നിൽക്കുമ്പോൾ ഒരു നിലപാടും ഇരിക്കുമ്പോൾ വേറെ നിലപാടുമാണല്ലോ. റെജി ചെറിയാനടക്കം അത് അനുഭവിച്ചതാണ്. അപ്പോൾ അത്തരത്തിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അത്തരത്തിലല്ല, ഇദ്ദേഹം ഇതുപോലെ തന്നെ പറഞ്ഞാണെന്ന് തോന്നി. ഇനി അജീം ഷാദ് ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ. നാളെ അദ്ദേഹം പറയാൻ പോണത് എന്താണെന്നറിയാമോ, മിക്കവാറും രതീഷ് ചക്രവാണി ഇത് വെറുതെ പറഞ്ഞാണ്, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല, ഇന്നലെ ഞാൻ നിയമസഭയിലും ഉണ്ടായിട്ടില്ലെന്ന് പറയും. അതാണ് ഇത്തരം നറേഷനൊക്കെ സാധാരണ ഈ അസം മുഖ്യമന്ത്രിയുടെ ഒക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇതിനെയൊക്കെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എതിർക്കുന്നത്. പക്ഷേ ഇവിടെ അതേ പാർട്ടിയുടെ മുഖ്യമന്ത്രി VD സതീശൻ അത്തരത്തിൽ അപരനിന്ന പറയുന്നു. അതാണ് ഞാൻ റജിൻ എസ് ഉണ്ണിത്താനിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ കേട്ടല്ലോ, KC വേണുഗോപാൽ പറഞ്ഞ വാക്കുകൾ കേട്ടു. ഇനി നമുക്ക് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഈ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. BJP VD സതീശന്റെ ബഡ്ജറ്റ് സ്പീച്ചും അതിന് മുമ്പ് സംസാരിച്ച കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഞങ്ങളെല്ലാം ആദ്യം ഈ പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് പ്രൈം മിനിസ്റ്ററല്ലേ വന്ന് പറഞ്ഞത്. അപ്പോൾ അത് കോൺഗ്രസ് സർക്കാർ കെട്ടിപ്പിടിച്ചത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ സന്തോഷം. ഇതാണ് റജിൻ. അതായത് KC വേണുഗോപാലിന് BJP ആണോ ഇവിടെ ഭരിക്കുന്നതെന്ന് സംശയം തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകാൻ തോന്നുന്നു, അവരുടെ നയങ്ങൾ പുൽകുന്ന VD സതീശന്. ഇതിൽ പരം മറ്റൊരു ഉദാഹരണം ഉണ്ടോ ഈ സംഘപരിവാർ വൽക്കരണത്തെ കുറിച്ച് പറയാൻ റജിൻ? അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ? BJP പ്രസിഡന്റിന്റെ അഭിപ്രായം ഇത്രത്തോളം പ്രാധാന്യത്തോടു കൂടി കൈരളി കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനതിന് വലിയ താല്പര്യമോ അത് വലിയ താല്പര്യത്തോടെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് പറയുന്നത് എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിനും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായത്തിനൊക്കെ അഭിപ്രായം പറയാൻ പോകേണ്ട ആവശ്യകത ഇന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. പിന്നെ ഇവിടെ കുറെ ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അല്ല ഞാൻ കേട്ടു. അല്ല നിങ്ങൾ ഇപ്പം അത് ഓൺ ചെയ്തപ്പോൾ നമുക്ക് ഓൾറെഡി കേൾക്കണമല്ലോ, കേട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് പോകുന്ന ഒരു സംസ്കാരത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ലോ ഓൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല അത് ഞാൻ ഓൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് കൈരളിക്ക് എത്രത്തോളം പ്രാധാന്യമാണെങ്കിൽ നിങ്ങളത് ഓൺ ചെയ്തോളൂ, നിങ്ങളത് സംസാരിച്ചോളൂ. അത് എന്നെ സംബന്ധിച്ച് പിന്നെ ഈ പറയുന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളോ അദ്ദേഹത്തിന്റെ വാക്ചാതുര്യോ അദ്ദേഹത്തിന്റെ അധിക്ഷേപവും ഒക്കെ ഏത് രീതിയിൽ കാണണം എന്ന് അറിയാവുന്ന KC വേണുഗോപാൽ ഞാൻ പറഞ്ഞല്ലോ. KC വേണുഗോപാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഇന്ത്യയുടെ അല്ല, KC വേണുഗോപാൽ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. കേരളത്തിൽ എന്താണ് അജിം ഷാദ് ഈ കാര്യത്തിൽ കേരള സർക്കാർ എടുക്കേണ്ട നടപടികൾ? നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ഇവിടെ സമ്പത്തും ചക്രപാണിയും വിശദീകരിച്ചത് താങ്കൾ തടസ്സപ്പെടുത്തിയല്ല, ഞാൻ തടസ്സപ്പെടുത്തിയല്ല, ഞാൻ പറയുകയാണ്. ഞാൻ താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുകയാണ്. അതായത് 2500 കോടി രൂപ മാത്രം മുടക്കി 13,000 കോടി അദാനി സ്വന്തമാക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പണമാണ് 70% ഭൂമി അടക്കം നൽകുന്നത്. എന്നിട്ടാണ് അദാനി മാത്രം ഈ 13,000 കോടി കൊണ്ടുപോകുന്നത്. ഇതിലേക്ക് നയിക്കപ്പെട്ടു. ഇവിടെ ഒരു തിരുത്ത് ഉണ്ടാക്കാം. കരാർ ലംഘനം നടത്തി എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിന് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ചാൻസാണ്. ബോൾ സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലാണ്. അവിടെയാണ് അതൃപ്തി മാത്രം അറിയിച്ച് കത്തെഴുതി മിണ്ടാതിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. താങ്കൾ പറയൂ, ബാക്കി കംപ്ലീറ്റ് ചെയ്യൂ. പറയട്ടെ അജിം ഷാദെ.
എന്താണ് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ 5800 കോടി വിഹിതം നമ്മുടെ കേരള സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സംവിധാനമാണ് വിഴിഞ്ഞം പോർട്ട്. ഈ 2500 കോടിയോളം ഈ പറയുന്ന അദാനി ഗ്രൂപ്പിനുണ്ടെങ്കിലും അത് 2028 ആകുമ്പോൾ അവർക്ക് ഏതാണ്ട് 2700 കോടിയോളം അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് വരും എന്നുള്ളതാണ്. അതിൻ്റെ 49% ബന്ധപ്പെട്ടാണ് MNC പോലെയുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതല്ല എല്ലാവർക്കും സുതാര്യമായി അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഔദ്യോഗികമായി യാതൊരു കാര്യങ്ങളും അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടില്ല എന്നുള്ളതും സെബിയുമായി ബന്ധപ്പെട്ട് അവർ പോയ കാര്യങ്ങളും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ അതുമായി അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി നിങ്ങളുടെ നടപടി? എന്താണ്? അതിർത്തിയിൽ മാത്രം ഒതുങ്ങുമോ? അതാണ് ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് കോൺഗ്രസ് നിങ്ങൾ അസഹിഷ്ണുത കാണിക്കാതെ നീ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. നിയമനിർമ്മാണ സഭയിൽ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ചതിന് മറുപടിയായി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുകയും മാത്രമല്ല അവിടെ ചെയ്തത്. അദാനി ഗ്രൂപ്പിനെ നിങ്ങൾ അന്നും ഇന്നും എന്നും കൈരളി ചാനലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലും ന്യൂസുകളിലും എല്ലാം പറയുന്നത് പോലെ അദാനി ഗ്രൂപ്പിന് ഈ പറയുന്ന കേരള സർക്കാർ അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് കേരള സർക്കാർ അറിഞ്ഞേ ചെയ്യാമോ, ഇതിനകത്ത് അസംതൃപ്തിയുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കേരളത്തിന്റെ സർക്കാരല്ലേ കത്തെഴുതി കൊടുത്തത്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ സ്വാതന്ത്ര്യത്തോടും നിങ്ങൾ എന്ത് വേണേലും കാണിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സർക്കാരല്ലല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അതല്ലേ അവിടെ പാലിച്ചിട്ടുള്ളത്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഈ കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം 5.3 പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ കത്ത് കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ ഞങ്ങളുടെ അസംതൃപ്തി രേഖപ്പെടുത്തിയ ഗവൺമെന്റിന്റെ പേര് കേരള സർക്കാരാണ്. കേരളത്തിൽ കോൺഗ്രസ് ഞാൻ പറയട്ടെ കരാർ പ്രകാരം മുമ്പോട്ട് പോയില്ലെങ്കിൽ സംസ്ഥാനത്തിന് നഷ്ടം വരുമെന്നാണല്ലോ. ഇപ്പോൾ 5.3 ക്ലോസിൽ പ്രകാരം നിങ്ങൾ ഇതാ കാണിച്ചിരിക്കുന്നു കരാർ ലംഘനം എന്ന് കാണിച്ച് ശക്തമായ നടപടി എടുക്കുന്നതിന് പകരം സംസ്ഥാനത്തിന് ഇത്രയും വലിയ ഗുണമുണ്ടാകുന്ന ഒരു സംഭവത്തിൽ അതൃപ്തിയോ? അത് വലിയ കാര്യം പോലെ അജിംഷാദ് പറഞ്ഞതിൽ നിന്നും രാജീവ് ചക്രവാണി പറഞ്ഞതിൽ നിന്നും അജിംഷാദ് പറഞ്ഞതിൽ നിന്നും ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. നിങ്ങൾ ഈ പറയുന്ന അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിറയെ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ മുകളിലേക്ക് ചുമയ്ക്കുമ്പോൾ 2019 നിങ്ങൾക്ക് ഈ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് പിന്മാറാമായിരുന്നല്ലോ. 2019 ഇതേ അഗ്രിമെന്റ് അതേപോലെ തുടരണമെന്ന് തീരുമാനിച്ചത് ഏത് ഗവൺമെന്റാണ്? പിണറായി വിജയന്റെ ഗവൺമെന്റാണല്ലോ. അത് ഏത് ഡീലിന്റെ പ്രകാരമാണ്? രണ്ട് ഞാൻ പറയട്ടെ, പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ കുടുംബസമയം പോയി അതുമായി ബന്ധപ്പെട്ട് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ആളുടെ പേര് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവല്ലേ? കുടുംബസമേതം പോയി. ഞാൻ പറയട്ടെ അജിംഷാദേ, നിങ്ങൾ പറഞ്ഞതിന് മറുപടി ഞാൻ പറയാമല്ലോ. നമ്മൾ രണ്ടും സംസാരിക്കാൻ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നതിന് മറുപടി പറയാമല്ലോ. അജിംഷാദ് ഈ പറയുന്ന കേൾക്ക് നമുക്ക് ഈ പറയുന്ന ഈ 2019 പിന്മാറാമായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് വീണ്ടും തുടർന്നു പോയി. അത് മാത്രമല്ല അജിംഷാദെ പറയുന്നത്, ഈ പറയുന്ന വിജയൻ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ ഈ കേരളത്തിന്റെ പാർട്ണർ എന്ന് വിശേഷിപ്പിച്ച ആളുടെ പേരെന്താ? VN വാസവൻ എന്നല്ലേ? അത് ആരുടെ മന്ത്രിയായിരുന്നു? LDFന്റെ മന്ത്രിയല്ലേ? UDFുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ വല്ലതും ആണോ? ഇതുമായി ബന്ധപ്പെട്ട അദാനിയെ ഏറ്റവും കൂടുതൽ തഴുകിയതും പുണർന്നതും കെട്ടിപ്പിടിച്ചതും ഒക്കെ നിങ്ങളുടെ സംവിധാനമാണ്. LDF ഗവൺമെന്റാണ്. ഓഫീസാണ്. ഇതുമായി നടത്തിയിട്ടുള്ളത് ആരാണ്? നിങ്ങൾ ഈ പറയുന്ന വിവാദങ്ങളിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരിനെയൊക്കെ കൊണ്ടെത്തിക്കുമ്പോൾ നിങ്ങൾ ഒരു വിരൽ ഇങ്ങോട്ട് ചൂടുമ്പോൾ ബാക്കി വിരലുകളെല്ലാം നിങ്ങളുടെ നെഞ്ചത്തേക്കാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ലോകത്ത് ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി രേഖപ്പെടുത്തുന്നു, അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന കേരള സർക്കാർ ഇവിടെ സർക്കാർ നമ്മുടെ മുന്നിൽ അത് പറയൂ റജിൻ ഉണ്ണിത്താൻ. നമുക്ക് ഷാർപ്പാകാം ചർച്ച. ഇത്രയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠനം നടത്തുവാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുവാൻ ഈ അസംതൃപ്തിക്ക് എന്തായാലും അവർ മറുപടി തരുമല്ലോ. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുവാനുള്ള സമയം വെച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിനും പൊതു താല്പര്യത്തിനും കേരള ജനതയ്ക്കും കേരളത്തിന്റെ വികസനത്തിനും ആഭിമുഖ്യമായ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കി പോകുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും കേരളത്തിൽ ഭരിക്കുന്നത്. അങ്ങനെ ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് ഭരിച്ചുകൊണ്ട് പോകുന്നത്. അജിംഷാദ് ഞാൻ പറയട്ടെ 16 വർഷങ്ങൾക്ക് ശേഷമാണ്
ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചില്ല, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കാം. ഈ നമ്മൾ പറയുന്ന ഈ 16 വർഷം എന്ന് പറയുന്ന കാലാവധി നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അദാനി ഗ്രൂപ്പുമായി ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ലാഭങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നല്ലോ. നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എന്താണ് റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി ഒക്കെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ഒക്കെ ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. ഈ 10 വർഷമായി ആ കാര്യങ്ങളിൽ ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത ഗവൺമെന്റ് പ്രതിനിധികളായിട്ട് വന്നിരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞ് ആ കാര്യങ്ങളിൽ ഒന്നും ചെയ്തില്ല. അന്ന് അതൊന്നും ചെയ്യാതെ വന്നിരുന്നിട്ട് ഇപ്പൊ വന്നിട്ട് ചുമ്മാ സർക്കാരിന്റെ മണ്ടയ്ക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതായത് അദാനി സർക്കാർ അറിയാതെ ഈ നാടിന്റെ സമ്പത്ത് ഈ അർത്ഥത്തിൽ വിറ്റ് ലാഭമുണ്ടാക്കുന്നു, കരാർ വിരുദ്ധമായി ലാഭം ഉണ്ടാക്കുന്നു. അതിൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. വി.ഡി. സതീശന്റെ അതൃപ്തി എന്നൊരു കത്തിൽ മാത്രം ഒതുക്കുന്നു. അതായത് ഒരു നടപടിയും ആ കരാർ ലംഘനത്തിലില്ല. ഇതാണ് താങ്കൾ പറഞ്ഞതിന്റെ സാരം. ശ്രീ എ സമ്പത്ത് അതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി രേഖപ്പെടുത്തി. അയ്യോ, വലിയ കാര്യമാണ്. ശ്രീ എ സമ്പത്ത്, എന്താണ് ഇനി സർക്കാർ ചെയ്യേണ്ടത്? എന്താണ് ഈ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് മാതൃകാപരമായി സംസ്ഥാനത്തിന്റെ താല്പര്യത്തെ ഇനി സർക്കാരിന് എങ്ങനെ സംരക്ഷിക്കാനാകും? ബോൾ ഇപ്പോൾ ആരുടെ കോർട്ടിലാണ്? അജിംഷാദേ, ഇത് ഈ ലോക കപ്പ് ഫുട്ബോൾ മത്സരമെല്ലാം നടക്കുമ്പോൾ നമ്മൾ കോടിക്കണക്കിന് ആരാധകരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പന്ത് കളി പോലെയാണ് എന്ന് ലഘുവായി കാണരുതെന്ന് പറയുന്നത് ഇപ്പോൾ ശരിയല്ല. അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരിക്കും. ഞാനും ഒരു ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട്. ഈ അദാനി ഗ്രൂപ്പ് ഇതെല്ലാം ഒരുപാട് കണ്ടതാണ്. നീയല്ലാതെ ആരുണ്ടിങ്ങനെ നിത്യം കത്തെഴുതാനെന്നൊരു പഴയ സിനിമാ പാട്ട് ഓർമ്മയില്ലേ? അദാനി ഗ്രൂപ്പിന് പിഴയിട്ടു രാജസ്ഥാനിലെ ഒരു കോടതി. പിഴയിട്ടപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഹൈക്കോടതി ആ വിധി അങ്ങ് സ്റ്റേ ചെയ്തു. ആ പിഴയിട്ട ജഡ്ജിയെ ഉടനടി സ്ഥലം മാറ്റി ദൂരേക്ക്. അപ്പോൾ ദേ നോ ഹൗ ടു മാനേജ് എന്നുള്ളത് മാത്രമല്ല, ഹൗ ടു മാനിപ്പുലേറ്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഉദാഹരണമാണ്. ഇവിടെ ഈ നമ്മളിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് കയ്യോടുകൂടി പിടികൂടപ്പെട്ട കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ വല്ലാതെ ഉരുണ്ട് കളിക്കുകയാണ്. സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്തെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിലയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അതിനെല്ലാം പൂക്കിയായി കാണിച്ചതുകൊണ്ട് മാത്രം അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ന്യായമാവില്ല. നിങ്ങൾക്ക് കരാറിൽ നിന്ന് പിന്മാറിക്കൂടെ എന്ന് ചോദിച്ചിരുന്നു. എന്താണ് അതിന്റെ? കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം. ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, അവിടെ ഈ GMR കമ്പനിയാണ് അതിൻ്റെ കൺസെഷണറായി വന്നത്. 30 കൊല്ലക്കാലത്തേക്ക് ബിൽഡ് ഓപ്പറേറ്റ് ടെർമിനേറ്റ് ഇതിൻ്റെ ഈ ട്രാൻസ്ഫർ എന്നുള്ള BOTയും കാര്യങ്ങളും എല്ലാം വന്ന് അതിന് വേറെ കൗതുകകരമായ കാര്യമുണ്ട്. ആ കൺസെഷണർക്ക് കൊടുത്തുള്ള CAG റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ഒരു അര മിനിറ്റ് കൊണ്ട് പറയാം. അടുത്ത് വീണ്ടും ഒരു 30 കൊല്ലക്കാലത്തേക്ക് വേണമെങ്കിൽ അവർക്ക് അവിടെ തുടരാൻ അതിൽ ആര് ചോദിക്കണം? റൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ഓപ്ഷൻ കൺസെഷണറുടേതാണ്. ആരുടെ കാലത്താണ് കൊടുത്തത്? UPA സർക്കാരിൻ്റെ ഈ പറഞ്ഞ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കൊടുത്തത്. അതിന് ചുറ്റുവട്ടത്തൊരു 50 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഒരു വിമാനത്താവളം തുടങ്ങുന്നുവെങ്കിൽ അതിലും ആദ്യത്തെ റൈറ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്? ഇനി ഈ പറയുന്ന ഒരു വിമാനത്താവളം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോൺട്രാക്റ്റിൽ 10% വേരിയേഷൻ, അതിൻ്റെ വർധനവ് ഇവർ തന്നെ വന്നിട്ടുണ്ടെങ്കിലും അതും അടക്കം മാറ്റിവെക്കണം. അത് മാത്രമല്ല, ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് കരാറിൽ നിന്ന് പിന്മാറിയാൽ അവർക്കുള്ള നഷ്ടപരിഹാരം മുഴുവൻ സംസ്ഥാനം വഹിക്കേണ്ടതായിട്ട് കൂടി വരും. നേരെ കൊണ്ടുവന്ന് കഴുത്ത് കൊണ്ടുവന്ന് അവിടെ ആ കൂട്ടിനകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പുറത്തെടുക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇത് ഈ പറയുന്നതായിട്ടുള്ളത്. 40 കൊല്ലക്കാലത്തേക്കുള്ളൊരു കരാറ്, 40 കൊല്ലക്കാലത്തേക്കുള്ള കരാറ്. ആ കരാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് 15 വർഷത്തിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതത്തിൽ കാര്യമായ എന്തെങ്കിലും ലഭിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ അധികം ഇതിൽ തർക്കത്തിലേക്കൊന്നും പോകുന്നില്ല. വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ ദിസ് ഈസ് ഓൺലി ദ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. അടുത്ത ദിവസങ്ങളിൽ മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നത് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതായിരിക്കുമ്പോൾ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരം വരെ പോയിട്ട് മംഗലാപുരത്ത് നിന്ന് ഉടനെ തിരിച്ചു വരേണ്ടതായിട്ടുള്ളൊരവസ്ഥ. ശ്രീ രാഹുൽ ഗാന്ധി പോലും അങ്ങനെ പോയിട്ടുണ്ടാവില്ല. അവിടെ ഈ എൻട്രോൺ പ്രോജക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. രജൻ ഉൾപ്പെടെ കേട്ടിട്ടുണ്ടാവുന്നു. വളരെ ചെറുപ്പമായിരിക്കും രജന്. 1992 മഹാരാഷ്ട്രയിൽ ധാബോൾ പവർ പ്രോജക്റ്റ് കൊണ്ടുവന്നു.
അന്ന് അത് അവരിവിടെ ചെലവഴിച്ച തുകയിൽ മൊത്തം ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ അവർ വന്നത് ഈ ഒരു വളരെ 2184 മെഗാവാട്ടിൻ്റെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അന്ന് മഹാരാഷ്ട്ര സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് നേരത്തെ ശ്രീ രതീഷ് ചക്രവാണി പറഞ്ഞൊരു കാര്യത്തിൽ ഈ കൗണ്ടർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ആ കൗണ്ടർ ഗ്യാരണ്ടി അത്തരത്തിൽ കൂടിയ വിലയ്ക്ക് ഇത് ഞങ്ങൾ വാങ്ങിക്കൊള്ളാമെന്നുള്ള നിലയിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടായി ഇത്തരം കാര്യത്തെ സംബന്ധിച്ച്. ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ ആൻഡ് ദ സിവിൽ സൊസൈറ്റി മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇന്ത്യയിൽ ചെലവഴിച്ച തുകയുടെ അതിൻ്റെ 10% ചെലവഴിച്ചത് ആളുകൾക്ക് മാന്യമായി പറഞ്ഞാൽ കോഴ കൊടുക്കാനാണ്, വിലക്കെടുക്കാനാണ്. ലോകത്തിലെ വലിയ രാഷ്ട്രങ്ങളുടെ തലവന്മാരുടെ ബന്ധുക്കളും എന്തിന് UK-യിലെ രാജകുടുംബാംഗങ്ങൾക്കടക്കം അതിനകത്ത് ഓഹരി ഉണ്ടായിരുന്നു എന്നത് പിന്നീട് പുറത്തു വന്ന കാര്യമാണ്. അടച്ചു പൂട്ടേണ്ടതായി വന്നു. അത് ദാബോൾ പവർ പ്രോജക്റ്റാണ് എൻറോൺ കോർപ്പറേഷൻ്റെ. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ പറയുന്ന ഈ നിക്ഷേപം വരുന്നത് നമ്മൾ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ നിയമങ്ങളെല്ലാം അനുസരിച്ച് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിദേശ നിക്ഷേപം നമുക്ക് അത്തരത്തിൽ അത് ഏത് ബഹുരാഷ്ട്ര കുത്തകയായാലും ഇന്ത്യൻ കുത്തകയായാലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളനുസരിച്ച് നമ്മുടെ നാടിന് വിനാശകരമല്ലാത്ത നിലയിൽ ഇത്തരം കാര്യങ്ങൾ അതെല്ലാം നല്ല കാര്യങ്ങളാണ്. അല്ലാതെ വിഴുങ്ങാനായി നാളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ഏതെങ്കിലും ഒരു US ബാങ്കിൻ്റെ അതല്ല ഒരു ജാപ്പനീസ് ബാങ്കിൻ്റെ അവർ ഈ 49% ഓഹരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിക്ഷേപമായി കാണുകയാണോ അല്ലെ SBIയെ വിലക്കെടുക്കുന്നത്? LICയെ സ്വകാര്യവൽക്കരിക്കാൻ വെച്ചിരിക്കുകയാണ്. LICയെ സ്വകാര്യവൽക്കരിക്കാൻ വെച്ചിരിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് നടത്തുന്നതായിട്ടുള്ള ജനങ്ങളുടേതായിട്ടുള്ള പണം കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ്. അതിനെ ഈ വിധത്തിൽ ആരെങ്കിലും 49% അത്തരത്തിൽ ഓഹരി എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ഒരു പുതിയ നിക്ഷേപമാണോ അതല്ല അതൊരു ഓഹരി ആ വിധത്തിൽ കൈയടക്കുന്നതാണോ? ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് അടിവരയിടേണ്ടത് തന്നെയാണ്. ചർച്ച കൂടുമ്പോൾ രതീഷ് ചക്രവാണിയിലേക്ക് രതീഷ് ചക്രവാണി, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പല അപക്വതകളും ഈ കരാർ ഒപ്പിട്ടതിലുണ്ട്. പക്ഷേ അതിൽ നിന്ന് പിന്മാറാനാകാത്തൊരു കുടുക്കുമുണ്ട്. എന്നാൽ സംസ്ഥാനത്തിന് പൊതുവിൽ ഗുണമുള്ള ഒരു വശവുമുണ്ട്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഈ കരാറുമായി മുമ്പോട്ട് പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ 5.3 ക്ലോസ് ഈ കരാറിൽ ഇത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അതൃപ്തിയിൽ മാത്രം ഒതുങ്ങാമോ അതോ ഇത് ഉപയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ കൂടുതൽ താല്പര്യം സംരക്ഷിക്കാനുള്ള ഇടപെടൽ നടത്താമോ? അതിലേക്ക് സതീശന് പോകാനാകുമോ? ഇതാണ് എൻ്റെ അവസാനത്തെ ചോദ്യം. തീർച്ചയായിട്ടും അജിംഷാദ് ചോദിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഫേവറബിൾ ആകുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട്. അതിലൊരു സംശയമില്ല. പക്ഷേ അജിംഷാദ് അതൊക്കെ ഇവിടെ പറഞ്ഞ് നമ്മുടെ സമയം കളയണമെന്ന് എനിക്കറിയില്ല. കാരണം അതൊന്നും പോകാൻ ഒരു സാധ്യതകളുമില്ല. വളരെ ക്ലീനായി ഞാനിപ്പോൾ ഇവിടെ തന്നെ പറയുന്നു. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഇതുപോലെ കൈരളിയിലിരുന്ന് പറഞ്ഞിരുന്നു, ഈ നമ്മുടെ ശേഷാദ്രിനാഥനെ അപ്പോയിൻറ്റ് ചെയ്യും, അല്ലാതെ അതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല. അതേപോലെ തന്നെ ഈ VD സതീശൻ സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയാത്ത നേരത്തെ തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇനി ഇത് ശരിക്കും പറഞ്ഞൊരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണ്. ഇനി മിഷൻ സമുദ്ര വരുന്നു, കേരളത്തെ പോർട്ട് സിറ്റി ആക്കുന്നു, അതുപോലെ തന്നെ 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്ലൂ ഇക്കോണമിയിലേക്ക് അദാനി ഇവിടെ നടത്താൻ പോകുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ വരാൻ പോകുന്നു എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് കേരളം ഉള്ളത്. 10 കൊല്ലം നമ്മൾ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തിയിരുന്നു. ആ തടഞ്ഞു നിർത്തിയതിനെല്ലാം തന്നെ ഞാൻ പറയാം, ഇത് യഥാർത്ഥത്തിൽ ലോകത്ത് തന്നെയുള്ളൊരു മോഡലാണ്. ഇപ്പം നമ്മൾ വളരെ ഒരു മിനിറ്റ് കൊണ്ട് ഞാനൊരു കാര്യം പറയും. ഇപ്പോൾ അമേരിക്കയിൽ $400 ബില്യൺ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ എലോൺ മസ്കിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്, വാല്യുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഒറ്റടിക്ക് ഈ പറയുന്ന ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റേത് ലോകത്തിൽ തന്നെ അത്ഭുതമാണ്, 1 ട്രില്യനായി മാറിയിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ 2 കമ്പനികൾ നഷ്ടത്തിലാണെന്ന് ആലോചിക്കണം. പക്ഷെ അത്തരത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പൊളിറ്റിക്സും ഈ പറയുന്ന പോലെ ബിസിനസ്സും തമ്മിലുള്ള ഒരു നെക്സസ്. ആ നെക്സസ് ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇടിച്ച് തകർത്തുകൊണ്ട് കേരളത്തിലേക്ക് കൂടി വരുന്നു. അതിന് പറ്റിയിട്ടുള്ള ആളുകളെ അവർ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ബോസുകളായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഒറ്റടിക്ക് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്തിട്ട് തിരിച്ചു വരേണ്ടതിൻ്റെ കാര്യം. അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളൊരു പരിധി വരെ കേരളം അതിൽ നിന്ന് വിടുതൽ നേടിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അവിടേക്ക് കൂടി ഇത് ഇടിച്ചു കയറി വരുന്നു. ഇനി നമുക്ക് ഇത് കണ്ടു നിൽക്കാം എന്നുള്ളതല്ലാതെ അടുത്ത 5 കൊല്ലത്തേക്ക് വരാൻ
വരാനിരിക്കുന്ന നിരവധി പദ്ധതികളിൽ ഇപ്പോൾ ബെക്കാഡിക്കും അതുപോലെ തന്നെ റിലയൻസിനും വലിയ ലാഭം ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാം ടാക്സ് കുറച്ച് കൊടുത്തത്. ആ ടാക്സ് കുറച്ച് കൊടുക്കുന്ന പരിപാടിയിൽ നിന്ന് അവർ പിൻവാങ്ങിയില്ല. ഇതുപോലെ അദാനിയുടെ കേസിൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നു. കൂടാതെ ഞാൻ പറയുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന പോർട്ട് സിറ്റി, ഇത് ആർക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ ബ്ലൂ ഇക്കോണമിയിലേക്ക് വരാനിരിക്കുന്ന 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ധാതുമണൽ ഖനനം ചെയ്യുന്നത് ആരെ സഹായിക്കും? അതിനെല്ലാം തന്നെ പ്രൈവറ്റ് മേഖലയിലേക്ക് ആക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഇന്ന് കൂടാതെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ രംഗത്തേക്ക് പ്രൈവറ്റൈസേഷൻ വരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ BD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ ഇതുപോലെ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, വളരെ ലളിതമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കാട് പിടിച്ചേ കിടക്കുന്നുണ്ട്, അത് ആർക്കെങ്കിലും കൊടുത്ത് ഡെവലപ്പ് ചെയ്യാന്ന് പറയണം. എന്ന് പറഞ്ഞാൽ കണ്ണായ നമ്മുടെ ഈ പറഞ്ഞ KSRTC അടക്കം അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം സ്ഥലങ്ങൾ അത് ആർക്കെങ്കിലും കൊടുത്തേക്കാമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന വലിയ പദ്ധതികളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. ഇതിലൊന്നും സംഭവിക്കാനില്ല. ഇത് കൂളായിട്ട് പെർമിറ്റ് ചെയ്യും. സത്യത്തിൽ അത് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഞാനിതൊക്കെ വെറുതെ ഒരു അസംതൃപ്തി അറിയിച്ചെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മാറ്റിയിട്ട് ബാക്കി തൃപ്തി എന്നുള്ളത് വായിച്ചാൽ മതിയിട്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ കത്തയച്ചേക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ലോകം മുഴുവനുള്ളൊരു മോഡൽ ഇന്ത്യയിൽ വളരെ കൃത്യമായി അദാനി നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വളരെ ചെറിയ എമൗണ്ട് അസറ്റും ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം എങ്ങനെ ഡെവലപ്പായി നമുക്കറിയാം. ആ മോഡൽ കേരളത്തിലേക്ക് കൂടി വന്നിരിക്കുന്നു. അതിൻ്റെ ഈ പറയുന്ന പോലെ നടത്തിപ്പുകാർ മാത്രമായി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ റജിനെ, വരാൻ പോകുന്നത് വിസ്മയമല്ല, ഒരു 1.5 വിസ്മയമാണ് അല്ലേ റജിനെ? ജംഷാദേ, ഇതിനകത്ത് പറയുന്ന കേട്ട് പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ എപ്പോഴും പ്രതിരോധിച്ചു പോയാലേ പ്രതിപക്ഷവും CPM ഒക്കെ ആവുകയുള്ളൂ എന്നുള്ള നിലയിലേക്ക് പണ്ട് മുതൽ സ്വീകരിച്ചു പോകുന്ന ലൈൻ സ്വീകരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തന്റെയിടമുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു എന്നുള്ളത് അല്ലല്ല, ഞാൻ പറയട്ടെ അസംതൃപ്തി രേഖപ്പെടുത്തുവാൻ, അദാനി ഗ്രൂപ്പിനോട് അസംതൃപ്തി രേഖപ്പെടുത്തുവാൻ തന്റെ ഇടമുള്ള ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ ഈ സ്വകാര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നാലും തുറമുഖം വന്നപ്പോ ആദ്യം മുതലേ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയവർ വീണ്ടും ഈ വികസന വിരോധികളായിട്ട് കമ്പ്യൂട്ടർ അതല്ലല്ലോ റജിനെ പറഞ്ഞത്. 25% കൂടുതൽ ഷെയറുകൾ വിൽക്കാനും അതിനെതിരെയുള്ള മുൻകൂട്ടി അനുമതി സർക്കാരിൻ്റെത് വേണമെന്ന് കരാറുണ്ടായിരിക്കുക. ആ കരാർ ലംഘിച്ച് സംസ്ഥാനത്തിന്റെ പണം, സംസ്ഥാനത്തിന്റെ ഭൂമിയിൽ അധിഷ്ഠിതമായ ഈ വികസനത്തിന്റെ മുഴുവൻ നേട്ടവും അദാനിക്ക് മാത്രം കൊണ്ടുപോകുന്ന രീതിക്കെതിരെയല്ലേ നമ്മൾ സംസാരിച്ചത് റജിനെ? എന്തിനാണ് ക്ഷേമപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് സർക്കാരിന് തന്റെ ഇടമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ചക്രവാണി, നമ്മുടെ സമ്പത്ത് നേരത്തെ ഒരുപാട് പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു പ്രൊജക്റ്റ് കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. നമ്മുടെ സ്മാർട്ട് സിറ്റി വരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇൻഫോ പാർക്ക് കൂടി കൊടുക്കാൻ തീരുമാനിച്ചാണെന്ന് മറന്നു പോരുത്. തീർച്ചയായും. ശ്രീ സമ്പത്ത്, റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കുടുംബസമേതം വിസിറ്റ് ചെയ്യും, അത് ഞങ്ങളുടെയൊക്കെ അസറ്റാണ്, ഞങ്ങൾക്ക് അതിന്റെ പൊൻതൂവലുണ്ട് എന്ന് പറഞ്ഞ് അതല്ലേ വലിയ കാര്യം? അതിലെന്താണ്? അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത്? ഞാൻ തൊഴിൽ കൊണ്ടൊരു അഭിഭാഷകനാണ്. ഈ അഭിഭാഷകർ, വക്കീലന്മാരും പോലീസുകാരും ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിൽക്കുക എന്ന്. ക്രിമിനൽ കേസുകളിൽ എഴുതുന്ന ഒരു വാചകമാണത്. വാസ്തവത്തിൽ ഈ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി ഇവിടെ 2 പേര് ഇക്കാര്യത്തിൽ, അത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനും മറ്റൊന്ന് അദാനി ഗ്രൂപ്പുമാണ്. 1999 ഈ സിയാറ്റിൽ ലോക വാണിജ്യ ഉച്ചകോടി നടക്കുന്ന സമയത്ത് ലോകം തന്നെ വിൽക്കപ്പെട്ടു പോകുമെന്ന് പലരും ഭയപ്പെട്ടപ്പോൾ, ലോകത്ത് വലിയ പ്രക്ഷോഭങ്ങൾ പലയിടത്തും ഉണ്ടായപ്പോൾ ഇടതുപക്ഷക്കാരെയൊക്കെ ഒരുപാട് ആളുകൾ ആക്ഷേപിച്ചു.
ഫ്രഞ്ച് പത്രം, വളരെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് പത്രം, ശ്രീ രതീഷ് ചക്രവാണിയെല്ലാം ഓർക്കുന്നുണ്ടാവും, താങ്ക്സ് ദ വേൾഡ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അങ്ങനെയാണ്. നന്ദി, ഈ ലോകം വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് അവർ എഡിറ്റോറിയൽ എഴുതി. വാസ്തവത്തിൽ ഇപ്പോൾ അതിൻ്റെ നേരെ തിരിച്ച് കേരളം ഇങ്ങനെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെള്ളിത്തളികയിൽ വെച്ച് വിൽപ്പന ചരക്കാക്കി മൊത്തമായോ ചില്ലറയായോ വിൽക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഇത് അതിലെല്ലാം ഉണ്ട്, വളരെ അപകടകരമായ പോക്കാണ്. സമുദ്രം വിൽക്കപ്പെടുക, മണ്ണ് വിൽക്കപ്പെടുക, ആകാശം വിൽക്കപ്പെടുക, സ്വകാര്യവൽക്കരണം എല്ലാ മേഖലയിലും. അത് പൊതുസമ്പത്തിൻ്റെ കൊള്ളയടിയാണ്. ക്രോണിക് ക്യാപിറ്റലിസം അത്തരത്തിൽ ചെയ്യുന്നത്. ഇവിടെ റെജിയുടെ തന്നെ നേതാവ് പാർലമെൻറ്റിൽ പറഞ്ഞതായ ആ വാചകം ഉദ്ധരിച്ച് ഞാനങ്ങ് നിർത്തിക്കോട്ടെ. മറ്റല്ല പറഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഓർഗനൈസ്ഡ് ലൂട്ടിംഗ്, ലീഗൽ പ്ലണ്ടർ, നത്തിങ് എൽസ് ബട്ട്. തീർച്ചയായും അങ്ങനെ ഔദ്യോഗികമായി കൊള്ളയടിക്കുകയാണ്, നിയമത്തിൻ്റെ വശത്തിൽ കൊള്ളയടിക്കുകയാണ്. ഇതാണോ VD സതീശന് മുമ്പോട്ട് വെച്ച വിസ്മയമെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും, ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ചോദിക്കേണ്ടി വരുന്നു. എവിടേക്കാണ് VD സതീശൻ്റെ പോക്ക്? ആർക്ക് വേണ്ടിയാണ് VD സതീശൻ്റെ ഈ യാത്ര? മംഗളൂരു യാത്രയുടെ ഉപകാര സ്മരണയോ പ്രതിഫലിക്കുന്നു? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ. കോൺഗ്രസ് തന്നെ അതിന് മറുപടി കണ്ടെത്തട്ടെ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിയുടെ പൂർണ്ണമാകും.